വാപ്പാ. ആ മോളാ. അനസ് എവിടെ? ഇല്ല, ഞാൻ മാത്രമേ വന്നോളൂ. മോൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങ് വന്നാ? ആ മോളങ്ങോട്ട് വീട്ടിലോട്ട് പോ, ഉമ്മ അവിടെ ഉണ്ട്. പാപ്പ ജോലിക്ക് പോയിട്ട് വരാം. ആ വാപ്പ പോയിട്ടോ. ശരി മോളെ. അകത്തോട്ട് പോ. ഉമ്മയോട് എന്താ പറയുക? ഇതാര് വിളിക്കാൻ വന്നത്? പാപ്പ അങ്ങോട്ട് പോയതല്ലേ ഉള്ളു. ആര് വരുന്നു? ഞാനമ്മ. ഷെമി, നീയാ? അനസ് എവിടെ? ഇല്ല, ഞാൻ മാത്രമേ വന്നോളൂ. അപ്പൊ ഇന്ന് നീ പിണങ്ങി വന്നേതാ? എന്റെ പെങ്കൊച്ച, നിന്നെ കൊണ്ട് ഞങ്ങള് തോറ്റല്ലേ? കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് 6 മാസം ആയില്ല. അതിൻ്റെ ഇടയ്ക്ക് നീ 100 പ്രാവശ്യമെങ്കിലും ഇവിടെ പിണങ്ങി വന്നിട്ടുണ്ട്. നിന്നെയൊക്കെ കയറ്റി ഇവിടെ നിർത്തുന്ന ഞങ്ങളെ വേണം അടിക്കാൻ. വഴക്ക് ഉമ്മ, ഞാൻ പറഞ്ഞതല്ലേ ഉമ്മയോട്. ഇതെന്തായാലും ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഇനി ഉമ്മ എന്നെ പറഞ്ഞു വിടരുത് അങ്ങോട്ട്. എന്ത്? ഇനി പറഞ്ഞു വിടരുതെന്നാ? ആ കൊള്ളാം, ഇവിടെ നിന്നെ നിർത്തിയേക്കാം. നിന്റെ വാപ്പ നിന്നെ ചോദിച്ച സ്ത്രീധനം എല്ലാം തന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടെ ആ മനുഷ്യൻ കടം പോലും ഇതുവരെ വീട്ടിയിട്ടില്ല. എത്ര ലക്ഷം രൂപയുടെ കടമാണെന്നറിയോ? നീ പറഞ്ഞ കണക്ക് എന്താ മെഹന്തി, അത് ഇത് എന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള എല്ലാ ആഘോഷവും നടത്തി എന്തൊക്കെയായിരുന്നു ആർഭാടം. ഇതെല്ലാം കാണിച്ചല്ലേ 6 മാസത്തിന്റെ ഇടയ്ക്ക് അവള് 100 പ്രാവശ്യം പിണങ്ങി വരും. അവള് കാണിച്ചു കൊടുത്ത ചെറുക്കനെയാണ് ഓളെ വാപ്പ കെട്ടിച്ചു കൊടുത്തു വിടുക. എന്നിട്ട് 100 പ്രാവശ്യം അവള് പിണങ്ങി പിണങ്ങി വരും. വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇവിടുന്ന് പൊയ്ക്കോളാം. ഇനി ഞാൻ പോവത്തില്ല എന്തായാലും. അത് നീ അങ്ങ് തീരുമാനിച്ചാ പോരല്ലേ? അത് നീയല്ല തീരുമാനിക്കേണ്ടത്. പറഞ്ഞപ്പോ പിണങ്ങി കയറിപ്പോയി. നിനക്ക് ഇളയതേ 2 പെൺപിള്ളേരാ എവിടെ ഉള്ളത്. അതിന്റെയൊക്കെ കാര്യം ഞങ്ങൾക്ക് ഇനി നോക്കണം. മൂത്തവനെ കണക്കല്ലേ വരൂ. റൂമിൽ പോയി കഥ അടച്ചിരിക്കും. അവിടെ ഇരുന്നോ. നിന്റെ വാപ്പ വരട്ടെ, 2-ലൊന്ന് ഞാൻ തീരുമാനിക്കും. ഇങ്ങനെ ആയാ ശരിയാവോ? അങ്ങോട്ട് പോയി ഇവിടെ ഞാനുമായിട്ട് വഴക്കൂടുന്ന കണക്കായിരിക്കും അവിടെ ചെന്ന് അമ്മായിയമ്മയായിട്ട് വഴക്കൂടുന്ന. അവര് കേട്ടോണ്ടിരിക്കുവോ? അവരെല്ലാം പറഞ്ഞായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ജോലിയൊന്നും ചെയ്യത്തില്ല, അവിടെ അതേ കണക്ക് ചെന്ന് കയറിയിരിക്കുന്നതായിരിക്കും. അതൊക്കെ കൊണ്ട് അവര് വഴക്ക് പറയും. അകത്തേക്ക് പിണങ്ങിഞ്ഞ് വരാനായിട്ട്. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? ഞാൻ
ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് വന്നിരുന്നതായിരുന്നു. മോളുള്ളതല്ലേ മോക്ക് കൊടുത്ത്. ഇത് നിങ്ങളാണ് ആ മോളെ ഇങ്ങനെ വഷളാക്കുന്നത് കേട്ടോ. ഈ 5-6 മാസമായതേ ഉള്ളൂ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അത് ആഴ്ച ഭർത്താവായിട്ട് പിണങ്ങി ഇനി വരും. നിങ്ങൾ ഈ വരുന്നുണ്ടെങ്കിൽ കയറ്റി നിർത്തി ഒരാഴ്ച നിർത്തി അവളെ ഇവിടെ നിർത്തി സൂചിപ്പിക്കും. അവിടെ ചെന്ന് അവരെന്തെങ്കിലും വഴക്ക് പറയുകയോ ഒന്ന് ജോലി ചെയ്യിക്കുകയോ ചെയ്യുന്നതിന് ആ പെണ്ണിന് പിണങ്ങി വരുന്നത്. നാട്ടുകാർ നാണക്കേടല്ലേ? എല്ലാവരും നമ്മളോടല്ലേ ചോദിക്കൂ. ഈ പെങ്കൊച്ചിനെ ആഴ്ച പിണങ്ങി വരുന്നത് ഒരു നാണക്കേട് തന്നെ. ഇനി 2 ദിവസം ഒരാഴ്ച ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ വഴക്കും പറഞ്ഞിട്ട് കൊണ്ടു ചെന്നാക്കും. പിന്നെ നമ്മളെ മോളല്ലേ, എനിക്ക് അങ്ങനെ കയറി ആ കൊച്ചിൻ്റെ അടുത്ത് കിടന്ന് സംസാരിക്കാൻ പറ്റുമോ? നീ എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കൊടു. പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു തന്നെ ഈ 5-6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു 10-15 തവണ അത് പിണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ കിടന്ന് വഴക്ക് പറഞ്ഞിട്ടാണ് അത് പോയിട്ടുള്ളത്. ഇനി എനിക്ക് വയ്യ. ഇന്നിപ്പോ വന്നിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചാർക്ക് പറഞ്ഞിട്ട് പോലുമില്ല. കയറി റൂമിൽ ഇരിപ്പുണ്ട്. നീ ഒന്ന് ഒന്ന് ചോദിക്കും. നീ ഒന്ന് ചോദിക്കണ്ട, ഞാൻ ചോദിക്കാം മോളടുത്ത് എന്താണ് എന്നിട്ട് പ്രശ്നം. പറഞ്ഞ് നാളെ തന്നെ കൊണ്ടാക്കണം. ഇനി ഇങ്ങനെ നിർത്താനൊന്നും പറ്റത്തില്ല. അവള് നമ്മൾ വന്ന എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണ് അവള് ആഴ്ച ഇങ്ങനെ വരുന്നത്. അവള് വന്നപ്പോ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ചോദിച്ചാർക്ക് ഒരു കാര്യം മിണ്ടിയില്ല. റൂമിൽ കയറി ഇരിപ്പുണ്ട്, മുകളിലുണ്ട്. അതാ ഞാനും സംസാരിക്കുന്നത്. നീ ഒന്നും പറയണ്ട, ഞാൻ പറയാം. മോളടുത്ത് നീ ഒന്നും പറഞ്ഞ് നീ വിഷമിപ്പിക്കണ്ട അവളെ. അവൾ എന്തെങ്കിലും ഇതാണ് കുഴപ്പം. വിഷമത്തോടു കൂടി വന്നതായിരിക്കും. ഇതാണ് നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ആ കൊച്ചിങ്ങനെ ചെയ്യുന്നത്. അതിനി ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരു കുടുംബം ആകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കാണും. മക്കളല്ലേ, നീ കള, ഞാൻ ചോദിക്കാം. നീ ബാ, ചോദിച്ചാ മതി. എന്നും അതിന്റെ പിറക്കം അടക്കലാണ്. ബാക്കി ഇളയ കുഞ്ഞുങ്ങളെ കാര്യം കൂടി ആലോചിക്കണ്ടേ. മോളെ പാപ്പ ഇരി, മോളെ ഇരി. മോളെ ആഹാരം എന്തെങ്കിലും കഴിച്ചാ? മോള് വന്നുടനെ റൂമിൽ കയറി എന്നാണല്ലോ ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞത്. എന്ത് മോളെ വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ ഇനി അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടല്ലേ അപ്പ? എനിക്കിനി പോവാൻ പറ്റത്തില്ല അപ്പൊ എന്നെ പറഞ്ഞു വിടല്ലേ? മോള് കരയണ്ട, സമാധാനപ്പെട്ട് പറയാം. വാപ്പി എന്താ കാര്യം എന്താണെന്ന് മോള് പറ. അപ്പൊ എന്നെ ഇനി അങ്ങോട്ട് പറഞ്ഞു വിടല്ലേ അപ്പ? എനിക്ക് പേടിയാ അപ്പ, പറഞ്ഞു വിടല്ലേ? ഇല്ല മോള് സമാധാനപ്പെട. കരയണ്ട മോള്, കരയണ്ട. കാര്യം എന്താ മോള്, എന്താ പ്രശ്നം, എന്താ മോളെ? സമാധാനപ്പെട്ട്, കരയണ്ട. വാപ്പ ഉണ്ട്, വാപ്പ എന്തിനും പരിഹാരം കാണാം. കരയണ്ട മോളെ, കരയല്ലേ മോള് കരയല്ലേ. എന്തിനാ വിഷമിക്കുന്നത്? മോളിങ്ങനെ കരയുന്ന കാണുമ്പോൾ വാപ്പയ്ക്ക് വിഷമം വരുമല്ലേ. എന്തിനാ ഇങ്ങനെ കരയുന്നത്? നീ കരയണ്ട. അപ്പ നമ്മളെ വിചാരിക്കുന്ന കണക്കല്ല അവരാരും. എന്താ മോളെ? അവര് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയതാ. അവരുദ്ദേശിക്കുന്ന കണക്കത്തൊരു മരുമോളല്ല ഞാൻ. എനിക്ക് നിറം കുറവാണ്. അവര് സ്ത്രീധനം കുറഞ്ഞുപോയി. ഇതിന്റെയൊക്കെ പേരില്ല. അവിടെ എന്നും കലഹമാണ്. എന്നെ അപമാനിക്കുവാണ് എന്നും. എന്താ മോളെ വാപ്പായുടെ ഇതിനു മുമ്പ് പറയായിരുന്നത്? അത് പോട്ടേന്ന് വെക്കാം വാപ്പ. കല്യാണം കഴിച്ച ഭർത്താവ് കൂടെ നിന്ന വേറൊന്നും വേണ്ടായിരുന്നു. പക്ഷെ അയാള് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ആളല്ല മോളെ. അവൻ ഇവിടെ വന്ന ഇവിടെ നമ്മളോടൊക്കെ വലിയ സ്നേഹമാണല്ലേ മോളെ. നല്ല എല്ലാത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്ന മോനാണല്ലോ. പിന്നെന്ത് മോളെ? അത് അങ്ങനത്തെ ഒരാളെ അല്ല വാപ്പ. ഒരു ഭ്രാന്തനെ പോലെയാ എന്നോട് പെരുമാറുന്നത്. അയാള് വേറെ ഏതോ ലഹരിക്ക് അടിമയാപ്പ. നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കൊന്നുമല്ല. അയാള് എന്നും അത് ഉപയോഗിക്കും. അതിനുശേഷം എന്നെ ഉപദ്രവമാണ്. എന്റെ ശരീരം മൊത്തം സിഗരറ്റ് ഒക്കെ വെച്ച് പൊള്ളിച്ച്. എന്താ ഇത്? പോട്ട് കരയണ്ട മോള്, കരയണ്ട. എന്നെ അയാളെ കൊല്ലും വാപ്പ. മോള് പോണ്ട. മോള് ഇവിടെ നിന്നാ മതി. വാപ്പ ഇതിനൊരു പരിഹാരം കാണാം. അയാളെന്നെ കൊല്ലുമെന്ന് പറഞ്ഞു വാപ്പ.
അയാള് പെട്രോളുമായിട്ട് വന്ന് ഞാൻ അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാ അവിടുന്ന്. ആ മോള് നീ എവിടെയും പോണ്ട, മോള് ഇവിടെ നിന്ന് അത് കരയണ്ട കരയണ്ട. ഉമ്മയോട് പറയുന്ന എങ്ങനെ ഉമ്മ വിഷമിക്കുമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും പറയാതിരുന്ന. എനിക്കിനി പറയാൻ നിങ്ങളല്ലേ ഉള്ളൂ. പോട്ട് പോട്ട് മോള് ഇവിടെ, മോള് കരയണ്ട, വിഷമിക്കണ്ട, കരയണ്ട. അപ്പ കൂടെ ഉണ്ടായേ മതി, എനിക്ക് വേറെ പാപ്പ ഉണ്ട് ഒന്നും മോളെ. വേണ്ട. കരയണ്ട കരയണ്ട കരയണ്ട. മോള് ആഹാരം പോയി ആഹാരം കഴിച്ചാ വാ മോള് പോയി ആഹാരം കഴിച്ച് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഫ്രഷ് വരാം ആവും അപ്പ. മോളെ. ഇനി വാപ്പ പറയാതെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുത്, കേട്ടാ മോളെ. അവനെതിരെ നാളെ കേസ് കൊടുക്കണം. നാളെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം. പോലീസ് സ്റ്റേഷനിൽ പറയാനുള്ളതെല്ലാം പറയണം, കേട്ടാ. മോള് വാപ്പയുടെ കൂടെ വന്നാൽ മതി. മോള് ഒറ്റയ്ക്ക് പുറത്തോട്ടൊന്നും പോകരുത്. വാപ്പ അറിയാതെ ഇവിടെ നിന്ന് പുറത്തോട്ടൊന്നും പോകരുത്, കേട്ടാ മോളെ. വാ ആഹാരം റെഡി ആയിട്ട്. ഞാൻ വരാം അപ്പ. ആ നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഉം. മോള് പറഞ്ഞതെല്ലാം നീ കേട്ടല്ലോ. ഉം. അവള് 6 മാസം അനുഭവിക്കേണ്ടതെല്ലാം അവിടെ അനുഭവിച്ചിട്ടാണ് അവൾ ഇങ്ങ് വന്നേക്കുന്നത്. ഇപ്പോഴും ഇതിനു മുമ്പ് വന്ന സമയത്ത് നീ അവളെ വിളിച്ചിരുത്തി സമാധാനപരമായിട്ട് എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അവൾ എല്ലാ കാര്യവും പറഞ്ഞു, അവൾ ഇത്രയും വിഷമിക്കത്തില്ലായിരുന്നു. വരുമ്പോഴെല്ലാം അവളോട് നീ ചാടിക്കേറി കയർത്ത് സംസാരിക്കും. ഒന്നും പറഞ്ഞാൽ അത് കേൾക്കാൻ നീ കൂട്ടാക്കത്തില്ല അല്ലേ? അത് മറ്റൊന്നും കൊണ്ടല്ല. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ട് എല്ലാ പെൺപിള്ളേരും അനുഭവിക്കുന്നതാ. അവർക്ക് ചിലപ്പോൾ സ്വാതന്ത്ര്യം കാണത്തില്ല, ചിലപ്പോൾ അവർ വഴക്ക് പറഞ്ഞിരിക്കും. ഞാനും വഴക്ക് പറയുന്ന അവളാ, പക്ഷെ അവര് വഴക്ക് പറയുന്ന അവൾ ആ രീതിയിലല്ലല്ലോ എടുക്കത്തുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളായിരിക്കുമെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കുന്ന. ഇനി ആ ബന്ധം വേണ്ട നമുക്ക്. നമുക്ക് നീ വരുന്ന സമയത്തൊക്കെ നീ സമാധാനപരമായിട്ട് അവളോട് ചോദിച്ചിരുന്നെങ്കിൽ അന്ന് ഞാൻ ഒരു പരിഹാരം കണ്ടെത്തിയേനെ ഇതിന്. അത് ഞാൻ ഇത്രയൊക്കെ കരുതിയുള്ളൂ. ഒരു പുതിയ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പല ബുദ്ധിമുട്ടുകളും പല പെൺപിള്ളേർക്കും ഉണ്ടാവുന്നതാ. ആ ഒരു കൂട്ടത്തിലെ ഞാനും ഇത് കരുതിയുള്ളൂ. അല്ലാതെ എൻ്റെ മോൾ ഇത്ര അനുഭവിക്കുമെന്നും ഞാൻ അറിഞ്ഞില്ല. അവൾ ഇത്രയും എന്നിട്ട് ഈ കാര്യമൊന്നും എന്നോട് അവൾ പറഞ്ഞില്ല. പിന്നെ അതിൻ്റെ ബാധ്യതകൾ പോലും നിങ്ങൾ തീർത്തിട്ടില്ലല്ലോ. അതൊക്കെ കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അവളെ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിട്ടത്. ഇനി നമുക്ക് നിയമത്തിന്റെ വഴിയെ പോവാം. ഇനി മോളെ അങ്ങോട്ട് വിടണ്ട, നമുക്ക് നിയമപരമായിട്ട് പോവാം. അത് വേണ്ട നമുക്ക്. നീ മോക്ക് കഴിക്കാൻ ചോറ് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടു, ചെല്ല്.